കർത്താവിന് ഇപ്പോൾ റോമ 9:15 അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പ കാണിക്കുന്നു പറഞ്ഞാലും കർത്താവിൻ്റെ കാരുണ്യം ആ ഇഷ്ടമുള്ളവരുടെ പട്ടികയിൽ ആരാണ് വരുന്നതെന്നാണ് സങ്കീർത്തനം 103:18 വരണത്. ആരാ വരണത്? കർത്താവിൻ്റെ ഇഷ്ടമുള്ളവരുടെ പട്ടികയിലേക്ക് നമ്മൾ വരണത് എങ്ങനെയാണ്? സങ്കീർത്തനം 103:18 അനുസരിച്ചാണ്. ഉടമ്പടി പാലിക്കുന്നവരുടെ മേലെ. ആ ഉടമ്പടി പാലിക്കണത് എങ്ങനെയാണ് പാലിക്കണത്? ആ പാലിക്കണത് സ്നേഹത്തിൽ ഒട്ടിരുന്നുകൊണ്ട് പ്രവർത്തിക്കണം. ആ സങ്കീർത്തനം അതായത് സങ്കീർത്തനം 91 പറയണത് എന്താണ്? അതായത് നമ്മൾ ഉടമ്പടിയിലാണ് ഒരു മാർഗമുള്ളത്. ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് സ്നേഹം കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പ കാണിക്കുന്നു. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ളവരായ നമ്മൾ മാറാൻ നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനം ഉടമ്പടിയാണ്. ഉടമ്പടി തന്നെ വെറുതെയും എടുക്കാം, സാധാരണ ആൾക്കാർ സാങ്കേതികമായിട്ട് എടുക്കാം, വർക്കൗട്ട് ചെയ്യത്തില്ല. അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 91 വർക്കൗട്ട് ചെയ്യണം. അതെന്താണ്? അവിടുന്ന് സ്നേഹത്തോടെ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്തിലാണ് ഈ വിഷയം നിൽക്കുന്നത്. ആർക്കാണ് തികഞ്ഞ ദൈവസ്നേഹം തോന്നണത്? അവരോട് ദൈവത്തിന് ഇഷ്ടമുണ്ടാകും. ആ ഇഷ്ടത്തിൻ്റെ, ആ ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയും സത്യസന്ധതയും ആഴവും അനുസരിച്ച് കൊണ്ടാണ് ഭക്തി വർദ്ധിക്കുന്നത്. ആ ഭക്തരോട് 2 കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്. ഒന്ന്, ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ചുണ്ടുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളും ഭക്തി പ്രാർത്ഥനയും പാരവശ്യങ്ങളൊന്നുമല്ല, സത്യസന്ധമായ ജീവിത സാക്ഷ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഭക്തി ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് 2 കാര്യങ്ങൾ ഭക്തിയുള്ളവർക്ക് സംഭവിക്കും. എന്ത് സംഭവിക്കും? ഒന്ന്, വലിയ കാര്യങ്ങൾ ചെയ്യും ദൈവം. 2, തലമുറകൾ തോറും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് അമ്മ പറയണത്. സങ്കീർത്തനം അതായത് ലൂക്ക 1:49-50 വായിച്ചോളൂ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈ കരുണ തലമുറ തോറും വർഷിക്കുന്ന ഭക്തരോടാണ്. ഭക്തരെന്ന് പറയണത് ഉടമ്പടി ചെയ്യുന്നവരാണ്. ഉടമ്പടി ചെയ്യുന്നവരെന്ന് പറയണത് കടുത്ത ദൈവസ്നേഹം നിറഞ്ഞ് ദൈവത്തെ എല്ലാത്തിനേക്കാളുപരി സ്നേഹിക്കുന്നവരാണ്. എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ നാമത്തിൽ അതിനേക്കാൾ താഴെയുള്ള നമ്മളെക്കാൾ നമ്മുടെ സഹായവും നമ്മുടെ സാന്നിധ്യവും ആവശ്യമുള്ളവരെ ദൈവസ്നേഹത്താൽ സ്നേഹിക്കുകയും അഭിഷേകം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം എന്ന് പറയണത്. അല്ല വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. വേറെ ഒന്നുമില്ലെന്നല്ല. ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് ഈ ഏറ്റവും പ്രക്ഷുബ്ധമായൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഈ ലോകത്ത് നിരന്തരം എല്ലാ ദിവസവും സാക്ഷ്യം പറയുകയാണ്. എല്ലാ ദിവസവും കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തിന് എന്തുകൊണ്ടാണ് ഇന്നലെ മേയന്നിട്ട സാക്ഷ്യം 1.25 ലക്ഷം പേര് ഉടനെ കണ്ടത്? എന്തുകൊണ്ടാണ്? സാക്ഷി ഇടിപെട്ടായതുകൊണ്ടാണ്. ആ കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നിങ്ങൾ പറയുന്നവരൊരു പരസ്പര സമ്മതത്തെക്കാൾ ഉപരി അതിൻ്റെ ബയോളജി, അതിൻ്റെ പരിച്ഛേദങ്ങളൊക്കെ, അതിൻ്റെ ആന്തരിക ആത്മീയ ഘടനകളൊക്കെ ആഴമായ കാലഹരണപ്പെടാത്ത ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വെളിപാടുകളാണ്. അതാണ് ഇക്കാലങ്ങളിൽ നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തി നമ്മളെ ദൈവം അനുദിനം ഉടമ്പടിയിലൂടെ അനേകം മക്കളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ എന്നെ ശ്രവിക്കുന്നവരും ഈ ധ്യാനം എപ്പോഴെല്ലാം ഇവിടെ ചെയ്യാൻ കൂടുന്നു അപ്പോഴെല്ലാം സത്യാവസ്ഥകൾ മനസ്സിലാക്കി, കോട്ട് ദി മാറ്റർ, ആന്തരികതയിൽ എന്താണ് ഉടമ്പടി എന്ന് മനസ്സിലാക്കി അതിനെ സത്യസന്ധമായി ബുദ്ധിപരമായി പരിശോധിച്ച് ഹൃദയം കൊണ്ട് ചെയ്ത് സുവിശേഷത്തിൻ്റെ എക്കാലത്തെയും വലിയ സാക്ഷികളായി മാറാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവറിഞ്ഞ് ദൈവത്തിന്റെ ഹൃദയം വിവേചിച്ച് സുവിശേഷത്തിന്റെ
ജ്വലിക്കുന്ന സാക്ഷികളായി മാറാൻ ജ്വലിക്കുന്ന സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ ഈ ആരാധനയിൽ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ ഈ ആരാധനയിൽ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കാൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കാൾ ഏറ്റവും വലുതാണ് ദൈവവും ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം. ദൈവവും ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന സത്യം തിരിച്ചറിഞ്ഞ ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ ജീവിക്കാൻ ദൈവത്തിന്റെ കൂടെ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരമപിതാവേ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓരോ രോഗങ്ങളെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗസ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ കൈകളെ മാറ്റി യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസപ്രമാണം അറിയാവുന്നൊരു വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്, വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി എന്ന് ഉൾക്കൊഴിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സൗഖ്യം നേടുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശ്വരന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവസിക്കട്ടെ. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവസിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യം പ്രകടമാക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മകൻ്റെ ശിരസ്സിലും മകളുടെ ശിരസ്സിലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഉദരരോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവ് ശ്വാസകോശ രോഗികളിലെ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ആന്തരിക അവയവങ്ങളിൽ എവിടെയെല്ലാം രോഗങ്ങളുണ്ട് എവിടെയെല്ലാം വൈറസ് നെഗറ്റീവായിട്ട് ബാക്ടീരിയ പ്രവർത്തിക്കുന്നുണ്ട്, എവിടെയെല്ലാം ഇൻഫെക്ഷനുണ്ട്, അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരുമായിട്ടും സ്ത്രീകളുമായിട്ടും പരസ്പരം തിരിഞ്ഞു നിന്ന് അഭിഷേക പ്രാർത്ഥന സമയിക്കുന്നതിൻ്റെ സമയമാണ്. ഈ സമയത്ത് ആത്മാവ് നിറയാനും ഉടമ്പടി സത്യസന്ധമായി ചെയ്യാനും കർത്താവിൻ്റെ കരുണയും ഭക്തിയും ദൈവസ്നേഹവും നിറയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. അതുപോലെ ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, തെറ്റായ നടപടികളിൽ ചെന്ന് അകപ്പെട്ടു പോയ മക്കൾ, അങ്ങനെ പോലെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ വഴിപോലും ഇല്ലാത്ത മക്കൾ, നടക്കാൻ വഴിയില്ലാത്തവർ പോലും ഉണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും അച്ഛൻ ഇപ്പോൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പരസ്പരം തിരിഞ്ഞു നിൽക്കുക. സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും. 3 പുരുഷന്മാരും ആണുള്ളെങ്കിൽ 3 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. 4 ഉണ്ടെങ്കിൽ 2 പേരുമായിട്ട് തിരിഞ്ഞു നിൽക്കുക. സ്ത്രീകൾ അതുപോലെ പരസ്പരം കൈകളെടുത്തിട്ട് കൈകളെ വിരിച്ച് വെക്കുക. അച്ഛൻ വിരിച്ചിരിക്കുന്ന പോലെ. നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരുരത്വത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ അഭിഷേക പ്രാർത്ഥന ചെല്ലുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. കർത്താവെ, കൈകളിലേക്ക്, ഈ പാവപ്പെട്ട കൈകളിലേക്ക്, ഞങ്ങളുടെ ഓരോരുത്തരെയും കൈകളിലേക്ക് കർത്താവെ, ഇത് അവൻ്റെ ശിരസ് വെക്കുമ്പോൾ ആത്മാവിന് ശക്തി ഉണ്ടാകാൻ വേണ്ടി തിരുത്വത്തിൻ്റെ അഭിഷേകം നിലയെ പ്രാർത്ഥിക്കുക. അടിപ്പഴം പോലെ വൈദാഖാനം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. രണ്ട് കൈകളും പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിൽ വെക്കുക. 2 കൈകളും പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിൽ വെച്ചിട്ട് ശക്തമായി സ്തുതിക്കുക. 3 പേരോ 4 പേരോ 2 പേരോ അങ്ങനെ കിട്ടുന്ന ഗ്രൂപ്പ് അനുസരിച്ച് നിന്ന് ശക്തമായി സ്തുതിക്കുക. സ്തുതിപ്പറിയാത്തവരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കണം പ്രാർത്ഥിക്കുക. അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി
എല്ലാവർക്കും അഭിഷേകം ലഭിക്കാനും ഇന്നത്തെ ധ്യാനത്തിൻ്റെ ദൈവികമായ കരുണയും ഭക്തിയും എല്ലാവരിലും നിറയാനും ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ജീസസ് ക്രൈസ്റ്റ് ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ കുരിശിനെ ഓർത്ത് കർത്താവേ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകളുടെ മേലും മകൻ്റെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ. എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മ നിറയട്ടെ, എല്ലാ വ്യക്തികളിലും ദൈവത്തിൻ്റെ സത്യം നിറയട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ, ദൈവത്തോടുള്ള സ്നേഹം നിറയട്ടെ. കർത്താവ് ഉടമ്പടി സ്വീകരിക്കപ്പെടാൻ ദൈവത്തിൻ്റെ കരുണയും ഭക്തിയും ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി കർത്താവ് എല്ലാ മേഖലയും സ്പർശിക്കട്ടെ, ഭക്തിയുടെ മേഖലയിൽ സ്പർശിക്കട്ടെ. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥന ചെയ്യുന്ന പദ്ധതിയായി ദൈവസ്വത്തെ അനുഷ്ഠിക്കാൻ ആവശ്യമായ കൃപയാൽ മക്കൾ നിരക്കട്ടെ പ്രാർത്ഥിക്കുന്ന. ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വീടില്ലാത്തവർ, വാടക കഴിയുന്നവർ, വഴിയില്ലാത്തവർ, കർത്താവ് പലതരത്തിലുള്ള മത്സര പരീക്ഷകൾ കർത്താവ് എഴുതിയിട്ടുള്ളവർ, തോറ്റിട്ടുള്ളവർ, ജയിക്കാൻ വേണ്ടി റിസൾട്ട് കാത്തിരിക്കുന്നവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അമിതമായി ഉത്കണ്ഠയുള്ളവർ, നഷ്ടപ്പെട്ട് ജീവിതം തീർന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെടുന്നവർ കർത്താവിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ, നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 36 വർഷം അർപ്പത്തിൽ കൃപാനുസരിച്ച കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ പരിശുദ്ധ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപ നൽകട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. ഭാഷാവ് ശ്രദ്ധിക്കട്ടെ, ഭാഷാവർ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥാവർ ശ്രദ്ധിക്കട്ടെ, പ്രാർത്ഥാവർ പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദമാണ്. എന്തെങ്കിലും വിഷയം പ്രാർത്ഥിക്കാൻ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇപ്പോൾ ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. മൗനമായി പ്രാർത്ഥിക്കുക. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്